അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹബിഹി ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനാദരം നിറഞ്ഞ രക്ഷിതാക്കൾ, ഉസ്താദുമാർ, മാറിയ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് നീകളെ അസ്സലാമു അലൈക്കും. പുണ്യ റബീ മാസത്തിലാണല്ലോ ഞാനും നിങ്ങളുമുള്ളത്. നേർച്ചത്തങ്ങൾ പേരിയും മധു പാടിയും നമുക്ക് ഈ മാസത്തെ വരവേൽക്കാം. മദീനയുടെ രാജകുമാരൻ, നമ്മുടെ കരളിന്റെ കരളായ അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണല്ലോ നാം ആഘോഷിക്കുന്നത്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് നബിതങ്ങൾ പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു. ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ ചുമലിൽ നിസ്കരിക്കുമ്പോൾ നബിതങ്ങൾ ചുമലിൽ കയറി കളിക്കുമായിരുന്നു. കുട്ടികൾ വീഴുമെന്ന് കരുതിക്കൊണ്ട് കുറെ നേരം തന്നെ കിടന്നിട്ടുണ്ട്. എത്തിമക്കളുടെ മുന്നിൽ സ്വന്തം മക്കളെ ലാളിക്കരുത് എന്ന് പറഞ്ഞ പുണ്യപുമാൻ അദ്ദേഹം സത്യസന്ധനാണ്. ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അല്ലമീൻ, വിശ്വസനൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. മറ്റുള്ളവരെ പുഞ്ചിരിക്കുകയും വായിലുള്ള തടസ്സങ്ങൾ നീക്കുകയും അത് ചെറിയ കല്യാണങ്ങൾ പോലും ധർമ്മമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ ഉമ്മത്തി എന്ന് വെച്ചാൽ ജീവനാണ്. വഫാത്തിന്റെ നേരത്തെ എൻ്റെ ഉമ്മത്തി എന്ന് വിളിച്ചു കഴിയുകയായിരുന്നു. നാളെ മാഷരിൽ ആരാനും തുണയില്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടി അള്ളാഹുവിന് ശുപാർശ ചെയ്യാൻ നക്ഷത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാഷറിൽ വെച്ച് ജന്നാത്തുൽ ഫിർദൗസ്, മാഷറിൽ വെച്ച് ശഫാഅത്ത് ലഭിക്കാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ വിരാമമിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.